ആഞ്ജനേയ, കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ മസിൽ അതോ അതുപോലെ ഒന്ന് ഉരുട്ടി തന്നൂടെ? എന്താ ചോദിച്ച ഇഷ്ടപ്പെട്ടില്ലേ? അവിടെയല്ല, ഇവിടെ ഇവിടെ. ഓ എടാ, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞിരിക്കൂ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇവന്മാരുടെ ഈ മസിലൊന്നും ഒറിജിനൽ അല്ല, വെറും ക്യാമറ ട്രിക്കാ. ഇത് നോക്കി നീ എത്ര കസരത്ത് കാണിച്ചാലും നിന്റെ മസിൽ ഉരുണ്ട് കിട്ടാൻ പോകുന്നില്ല. ഉരുണ്ട് കിട്ടില്ലെന്ന് ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ, ഇതുവരെ ഒന്നും കാഴ്ച കണ്ടില്ല. കാഴ്ച കാണാൻ എന്താ തേങ്ങ മാങ്ങയാണോ? എടാ, ഈ മസിൽ ഈ അച്ഛനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? ഇങ്ങനെ കരുനാ കൊണ്ട് പറയുന്നുണ്ടോ ഉരുണ്ട് വന്ന് എന്റെ മസിൽ ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞു പോന്ന്. തുടങ്ങിയോ രാവിലെ അച്ഛനും മോനും കൂടി? ഇവന്റെ ഈ ബെത്തപ്പാട് കണ്ട് ഞാൻ ഒന്ന് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചതാ. എനിക്കറിയാം, അവന്റെ പുറകെ നടന്ന് കളിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കപ്പുറത്ത് കിട്ടില്ല. അല്ല, ഞാൻ ഒരു സത്യം പറഞ്ഞതാ. ഇവന്റെ ഈ പ്രായത്തിൽ ഞാനും കുറെ കസരത്തൊക്കെ നടത്തി നോക്കിയതാ. ഒരു വെള്ളക്കാ പരുവത്തിൽ പോലും എന്റെ മനസ്സിൽ ഉരുണ്ട് കിട്ടിയിട്ടില്ല. എടാ, നീ നിന്റെ അപ്പൂപ്പനെ കണ്ടിട്ടില്ലേ? ഈ 2 വഴിക്കും പാരമ്പര്യമായിട്ട് നമ്മൾ മസിൽ ഇല്ലാത്ത ഫാമിലിയാണ്. പാരമ്പര്യമായിട്ട് കിട്ടാൻ എന്താ മൊന്തയോ കിണ്ടിയ വല്ലോ ആണോ? അങ്ങനെ പറഞ്ഞു കൊടുക്കാമേ. ഇവനെ ഇങ്ങനെ ആക്കിയത് നിങ്ങൾ ഒറ്റ ഒരാളാ. എന്റെ സുഭദ്രയെ ഞാൻ ഇവനെ കളരി കൊണ്ടാക്കിയത് ഇവന്റെ മേധസ് ഒന്ന് കുറയ്ക്കാനും കയ്യും കാലും ഉറയ്ക്കാനും വേണ്ടിട്ടാണ്. അതിങ്ങനെ ഒരു ഭ്രാന്താവും ഞാൻ വിചാരിച്ചു. ഭ്രാന്തൊന്നുമല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഇടാ, മസിൽ എന്ന് പറയുന്നത് എന്താ ഇത്? ഇങ്ങോട്ട് വരൂ. എന്തെന്നാ വായി നോക്കിയിരിക്കുന്നേ? കടന്നു പോകുന്നുണ്ടോ അപ്പുറത്തേക്കാനും? വന്നിരിക്കുന്നു കാഴ്ച കാണാൻ. അമ്മേ, കഴിഞ്ഞ ആഴ്ചയിൽ ഉരുണ്ടിട്ടില്ലേ? എന്ത്? എന്റെ മസില്. ഓ, മസില്. പിന്നെ എടാ, നിനക്ക് മസിൽ ഇല്ലെങ്കിൽ എന്താ? നീ മഹാബലവാനല്ലേ? പിന്നെ സുഭദ്ര, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ശരിയല്ലേ? ആ കഥ കൂടെ അടച്ചിട്ട് വേണേ, അല്ലെ ഇനി അങ്ങനെ കയറി വരും. ഇതൊക്കെ ഒന്ന് ഉരുണ്ട് കിട്ടിയിട്ട് വേണം ശേഖരൻ തമ്പിയോട് എനിക്ക് 4 ഡയലോഗ് ആച്ചാൻ. ദേവി രക്ഷിക്കണേ. ഉഷപ്പൂജ തൊഴാൻ സുഭദ്രാമ്മ എന്തേ കാണാത്തേന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ആനന്ദൻ തമ്പിക്കുള്ള സ്വയംവര പുഷ്പാഞ്ജലി തന്നെയല്ലേ? അതെ. ആ, എത്ര നാളായി തിരുമേനി എന്റെ മോനു വേണ്ടി ഞാനിങ്ങനെ. എന്തേ ദേവി കനിയാത്തെ? പരീക്ഷണങ്ങൾ ഉണ്ടാവും, പക്ഷെ ദേവി ഉപേക്ഷിക്കില്ല എന്ന് വിശ്വസിച്ചോളൂ. പ്രാർത്ഥിച്ചോളൂ, നന്നായി പ്രാർത്ഥിച്ചോളൂ. എന്റെ ദേവി, ബ്രഹ്മചാരിയായി നടന്ന് കാലം കഴിക്കാതെ ഒരു കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാനുള്ള മനസ്സ് എന്റെ മോനുണ്ടാകാൻ അനുഗ്രഹിക്കണേ. கூப்பிட்டு வாங்க. என் அருமை சிஷ்ய அனந்தன் தம்பி, உனக்கு என்னுடைய சகோதரி மகள் செவ்வந்தியை கல்யாணம் செய்ய விருப்பம் தானே? ஆமா ஆசானே. என் அனந்தரவிளை செவந்தி, இந்த நாட்டுக்கு தளபதியும் என் அருமை சிஷ்யனுமான அனந்தன் தம்பியை கல்யாணம் செய்வ உனக்கு விருப்பம் தானே? கெட்டிமேளம் கெட்டிமேளம். தம்பி அலியா, அலியா, தம்பி அலியா, அலியா എന്തായി കാണിക്കുന്നേ? பார்த்தா தெரியாதா நான் இந்த பொண்ணை திருமணம் செய்ய? ഞാൻ ഇപ്പൊ ഇല്ല കല്യാണം കഴിക്കാൻ പോണത്. അപ്പൊ അലിയന്റെ ബ്രഹ്മചര്യം 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 അത് ഞാൻ അവസാനിപ്പിച്ചു. കല്യാണം കഴിച്ച് കൂടും കുടിക്കാൻ കുടുംബവും കുട്ടികളോട്ട് നടന്ന ബോഡി മസിലൊക്കെ തേഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ഇത്രയും നാൾ ഹനുമാൻ സ്വാമിയെ സേവിച്ച് ബലം പിടിച്ച് നടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റത്തിന് കാരണം അതെന്നോട് രാമൻ പറഞ്ഞു. ചായക്കടക്കാരൻ രാമനോ? അല്ല, സാക്ഷാൽ ശ്രീരാമൻ. സാക്ഷാൽ ശ്രീരാമസ്വാമിയോ? മോനെ അനന്തൻ തമ്പി, നിന്റെ അമ്മ എത്രയോ നാളുകളായി എനിക്ക് സ്വയംവര പുഷ്പാഞ്ജലി അർപ്പിച്ച് നിന്നെ ഒരു ഗൃഹസ്ഥാശ്രമിയാക്കാൻ മനമുരുകി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് നിന്റെ അമ്മയ്ക്ക് ഒരു ഉണ്ണിക്കിടാവിനെ കൊടുക്കുന്നവർ അപ്രത്യക്ഷനായി. അതുകൊണ്ട് ഈ മാല ഇവളെ ചാർത്തി ഞാൻ എന്റെ സഹധർമ്മിണിയാക്കാൻ പോകുന്നു. നീ ഹനുമാൻ സ്വാമിയോട് എന്ത് സമ്മാനം പറഞ്ഞു? ശ്രീരാമസ്വാമി പറഞ്ഞോളൂ. ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ല. ഈ തമ്പി ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് അറിയാമല്ലോ. ഇതിൽ ഇടപെടരുത്. മാറില്ലയാ. ഞാൻ മാറില്ല. കൊന്നാലും ഞാൻ മാറില്ല. எனக்கே உன்னை பிடிச்சிருக்கே. ഓ,
என் அழக பார்த்து அந்தஸ்த பார்த்து திறமைய பார்த்து നിർമ്മലേ எத்தனையோ பேர் നിർമ്മലേ എന്താ ഈ കാണിച്ചത്? മനുഷ്യന്റെ നടു ഒടിഞ്ഞല്ലോ. ഞാനൊരു സ്വപ്നം കണ്ടാടി. അതിനിങ്ങനെ കെട്ടി പറയണോ? ഈശ്വര, എന്റെ കപ്പ് പൊട്ടി. കപ്പാണോ പൊട്ടും, പക്ഷേ ഞാൻ കണ്ട സ്വപ്നം നിന്നോട് പറഞ്ഞാൽ നീ ഞെട്ടും. എന്താ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ? എങ്കിയാ സുഖമായിട്ട് ഉറങ്ങിയാനെ. ഇതങ്ങനെയാണോ? ഇടിച്ചെന്റെ തെറിപ്പിച്ച് കളഞ്ഞില്ലേ? ആര്? നിന്റെ പൊന്നാങ്ങള, എന്റെ പുന്നാര എളിയൻ. അയക്കൊരു കളരിയാശാൻ ഉണ്ടല്ലോ, ഒരു തമിഴൻ. ആണ്ടിപ്പെട്ടി മുത്തിലിംഗം. അയക്കൊരു അനന്തരവളുണ്ടല്ലോ, ഒരു എന്തരവള്. ആ ചെവന്തി. അവൾ അളിയന്റെ മനസ്സ് മാറ്റി കല്യാണത്തിന് ഒരുങ്ങിയതാ. താലി കെട്ടുന്നതിന് മുമ്പ് ഞാൻ ചാടി വീണു. അളിയൻ എന്റെ ആസനം നോക്കി ഒറ്റ എന്റെ ശരീരം കലങ്ങി പോയി. നന്നായി പോയി. പച്ച പാതിര വരെ കണ്ണി കണ്ട പാണ്ടിപ്പടങ്ങളും കണ്ട് കിടന്നുറങ്ങിയേച്ച് വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണില്ല എന്ന് പറഞ്ഞാൽ കേക്കില്ലല്ലോ. സ്വപ്നം കാണാതെ വേറെ എന്തോ നീയും. 2 പിള്ളേരുണ്ടായ ശേഷം നീ എനിക്ക് പെൻഷൻ തന്ന സോഫ കിടത്തില്ല. ശിഷ്ടകാലം അവിടെ തന്നെ കിടന്നാ മതി. ഉള്ളതേ 2 പെണ്ണ. അവരെ എന്റെ അന്തസ്സിന് കെട്ടിച്ചയക്കണം. ഒരു ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് എനിക്കതൊന്നും ഓർമ്മയില്ലെന്നാണോ നിന്റെ വിചാരം? ഓ, ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നിങ്ങനെ തോറ്റ് എന്റെ സ്വത്ത് മുഴുവൻ കൊണ്ടേ വിറ്റ് തൊലക്കായിരുന്നോ? അന്നേ ഞാൻ പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോവണ്ടാന്ന്. എവിടെ പോണു ഇവിടെ നിന്നേ? എന്നിട്ട് പളിയന്റെ സ്വത്ത് ഇന്ന് പെമ്മക്ക് സ്ത്രീധനം കൊടുപ്പിക്കാൻ സ്വപ്നം കണ്ട് എന്റെ ആങ്ങളെ കല്യാണം കഴിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ച് അമ്പലങ്ങൾ മുഴുവൻ തേങ്ങ അടച്ച് ഇങ്ങനെ നടക്കുമോ മനുഷ്യ? എന്റെ ഭഗവാനെ, തമിഴത്തെയോ തെലുങ്കത്തെയോ ആരായാലും വേണ്ടില്ല, എന്റെ ആങ്ങളേക്കൊന്ന് താലി കെട്ടാൻ തോന്നിയ ഒരു 100 തേങ്ങ ഞാൻ ഉടച്ചേക്കാം. അങ്ങനെ പ്രതിപക്ഷം തിരുത്താൻ നോക്കണ്ട. നീ തേങ്ങ അടിക്കുമെങ്കിൽ ഞാൻ നാവിൽ ശൂലം കുത്തി തല മുണ്ടന്നെ ചെയ്ത് പളനി പടികൾ ചവിട്ടൂടെ. എന്നാലേ ആ ശൂലം എടുത്ത് നാവിൽ വേഗം കുത്ത്. അങ്ങനെയെങ്കിലും കുറച്ചു ദിവസം മിണ്ടാതെ വീട്ടിലിരുന്നോളൂല്ലോ. ഹരഹരോ ഹരഹര. ഇങ്ങനെ ഒരു മണക്ക് മനുഷ്യനാണല്ലോ ഈശ്വരൻ എനിക്ക് കിട്ടിയത്. വെളുപ്പൻ രാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കുവെന്ന അളയാ. കളരിയിലില്ലെങ്കിൽ പിന്നെ ആശാന്റെ വീട്ടിൽ കാണാം. ഒന്ന് ഈ കളരിക്ക് വെളിയിൽ, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. മച്ചാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ BVT സാർ എന്ന് വിളിച്ചാൽ മതി. സാറി തമ്പിയളേനെങ്കേ അകത്തുണ്ട്. അകത്തുണ്ടെന്നോ? എനിക്ക് അപ്പോഴേ തോന്നി. അകത്തേക്ക് കയറാനുണ്ടല്ലോ. ഞാൻ എന്റെ മാമനെ വിളിക്കും. ഇഷ്ടാണോ? എന്നെ അല്ല, അളിയനെ ഇഷ്ടമാണോന്ന്. ആമയുടെ അമ്മച്ചിയുടെ കാര്യമല്ല ചോദിച്ചത്, എന്റെ തമ്പിയളേനെ ഇഷ്ടമാണോന്ന്. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇത് കണ്ടോ? എന്താ ഇത്? താലി. തമ്പിയണ്ണനെ കൊണ്ട് എന്റെ കഴുത്തി കെട്ടിക്കാനാ ഞാൻ ഇതുകൊണ്ട് നടക്കണേ. അപ്പൊ ഞാൻ കേട്ട സ്വപ്നം ഫലിക്കോ? എന്നെ എടി കണ്ണുമൂക്ക് കാണിച്ച് എല്ലാം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന എന്റെ അളിയന്റെ മനസ്സിലക്കിയാലുണ്ടല്ലോ, നിന്നെ നിന്റെ കളരി മാമനെ ടാങ്കർ ലോറി കയറ്റി എന്റെ മനസ്സിലേക്ക് അയക്കും. പേടിപ്പിക്കില്ല സാറേ, ഈ സെവന്തി മനസ്സ് വെച്ചാൽ നടത്തിയിരിക്കും. എടി നൈഷ്ഠിക ബ്രഹ്മചാരിയുമായി ബന്ധം പുലർത്തിയാൽ അടുത്ത ജന്മം നീ എരുമയായിട്ട് ജനിക്കും. ജനിച്ചോട്ടെ. ഓ, എന്തിനുള്ള എന്റെ അളിയന്റെ മനസ്സ് മാറ്റാൻ അരേ താലിയും തിരി നടക്കുകയാണല്ലോ. വിനായകനെ, ഇവൾ എന്നെ കൊണ്ട് കുറെ തേങ്ങ അടുപ്പിച്ച് കൊല്ലും. ഞാൻ അപ്പളെ പറഞ്ഞില്ലേ തമ്പിയാണ് എന്നെ കിട്ടി നടക്കില്ലെന്ന്. ഉനക്ക് ജോഡി ഇന്ത സൊക്കലെങ്കിൽ താൻ. അയ്യോ, നമസ്കാരം തമ്പിയണ്ണ. എന്തടേ സുഖം തന്നെ? നീ കല്യാണം കഴിക്കാൻ പോണെന്ന് കേട്ട് ശരി തന്നെ? ഓ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ മസിൽ മുഴുവൻ നീ പഴാക്കി കളയും. ഓ, ഈ മസിലുകൾ കൊണ്ടൊന്നും കാര്യമില്ലണ്ണ. വരട്ടെ അണ്ണ. ആവശ്യമില്ലാത്തവൻ ഈശ്വരൻ മസിൽ ഉരുട്ടി കൊടുക്കും. ബാക്കിയുള്ളവൻ പെടാപ്പാട് വിട്ടിട്ട് ഒരു അല്പം മസില്. പുല്ലൊക്കെ പറിച്ചോളാം. തമ്പിയണ്ണനില്ലേ വല്യങ്ങനെ? എന്തിനാ? അല്ല, കോവിലിലെ കൊടിയേറ്റം ആയതുകൊണ്ട് ഇല്യൂമിനേഷൻ ബൾബുകൾ ഇട്ട് കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. അപ്പൊ എന്താ ഷോക്ക് അടിച്ച് താഴെ വീണോ? ഷോക്ക് അടിച്ചാ കൂടി പോയാൽ തട്ടിപ്പോവും, അത്രയല്ലേ ഉള്ളൂ. ഇതല്ല, രാമേട്ടന്റെ ചായക്കടയിലെ മസ്താൻ മജീദ് എന്ന് പറഞ്ഞൊരു ഉദ്ധണ്ടനും അയാളുടെ കുറെ ശിങ്കിടികളും കൂടി വന്ന് ചായ കുടിച്ച്. ചായക്കട ചായ കുടിക്കാനല്ല ചാരായം കുടിക്കാൻ ആരെങ്കിലും വരുവാ? അയ്യോ, അതല്ലങ്ങുന്നേ. ചായ കുടിച്ചതിന്റെ കാശ് ചോദിച്ചപ്പോ അയാള് രാമേട്ടനെയും രാമേട്ടന്റെ മോൻ പുരുഷോത്തമനെയും തല്ലി. അത് ചോദിക്കാൻ ചെന്നപ്പോ ഞങ്ങളെയും തല്ലി. കണ്ടോ? തല്ലും കുത്തും ഉണ്ടായ പരാതി പറയേണ്ടത് പോലീസ് സ്റ്റേഷനിലടാ. അത് പിന്നെ തമ്പിയണ്ണനോടൊന്ന് ചോദിച്ചിട്ട് പോലീസിനെ വിളിച്ചാൽ മതിയെന്ന് കോവിൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു.
തമ്പിയണ്ണനാരാടാ DGP-യോ? അതല്ല അങ്ങനെ ആ. ഞങ്ങൾ തമ്പിയണ്ണന്റെ കേബിൾസ് ആൻഡ് ലൈറ്റ്സിലെ സ്റ്റാഫുകളാണ്. തമ്പിയണ്ണൻ വന്നാൽ നിന്റെയൊക്കെ എല്ലൊടിച്ച് സൂപ്പാക്കും എന്ന് മസ്താനോട് പറഞ്ഞപ്പോ എന്നാ നിന്റെയൊക്കെ തമ്പിയണ്ണ വിളിച്ചോണ്ട് പോടാ, 2 കിലോ നിറഞ്ഞിട്ട് എവിടുന്ന് പോകും എന്നും പറഞ്ഞ് രാമേട്ടന്റെ ചായക്കടയിൽ കയറി ഒറ്റ ഇരുപ്പ. ഒരാളെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. ഉത്സവം ആകെ കുളമാവുന്നാ തോന്നണേ. അതുകൊണ്ട് തമ്പിയണ്ണനെയും കൊണ്ട് ചെന്നില്ല. തമ്പിയണ്ണ! നാട്ടി കൊട്ടണ ചെണ്ടയ്ക്കൊപ്പം കോമരം തുള്ളിച്ച് നീയൊക്കെ അവനെ കോമാളിയാക്കില്ലടാ. കല്യാണം വേണ്ട, കുടുംബം വേണ്ട എന്ന് പറഞ്ഞ് ആജീവനാന്ത ബ്രഹ്മചാരിയായി അവൻ മസിൽ വിരുട്ടി നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അത് ഇനി തമ്പിയണ്ണന്റെ പേരും പറഞ്ഞ് പഠിക്കാത്ത കിടന്നാൽ നിന്റെയൊക്കെ മുട്ടുകാലിയാ തല്ലി ഓടിക്കും. അല്ല അപ്പൊ തമ്പി അപ്പൊ മസ്താൻ അവിടെ ഇനിയിപ്പൊ അണ്ണനെ എവിടെ പോയി തപ്പും? ചിങ്ങമാസം വന്ന നിന്നെ സ്വന്തം. അല്ല അനസൂയ, അയ്യോ ഇതെന്താ മുഖം ചളിങ്ങിയിരിക്കണേ? അതെ ഞാൻ 2-3 പേരുടെ ചെകിട്ട തടിച്ചതാ. അയ്യോ അപ്പൊ ഈ മുഖത്ത് എങ്ങനെ പാടുവരും? അതൊന്നും വിസ്തരിക്കാൻ സമയമില്ല. തമ്പിയണ്ണ എവിടെ? അയ്യോ അപ്പൊ ഇവിടെ ഇല്ലേ? അയ്യോ കസർത്ത് കഴിഞ്ഞവരുടെ സമയം കഴിഞ്ഞല്ലോ. എന്നാ പിന്നെ കളരി സംഘത്തിൽ കാണും. അയ്യേ എങ്ങ വിളിച്ചോണ്ട് പോവല്ലേ, അണ്ണന് കാടമുട്ട കഴിക്കേണ്ട സമയമായി. മുട്ട ഞങ്ങൾ കൊടുത്തോളാം. എന്റെ കൈ കൊണ്ട് വാട്ടി അടച്ച് കൊടുത്താലേ തമ്പിയണ്ണൻ കഴിക്കും. പിന്നെ പെണ്ണുങ്ങളുടെ കാറ്റ് പിടിക്കാത്ത തമ്പിയണ്ണൻ നിന്റെ കയ്യിൽ നോക്കിയിരിക്കാൻ മാത്രം എന്താ കണക്ഷൻ? അയ്യോ അതറിയില്ലേ? പറഞ്ഞു വരുമ്പം വഹയ്ക്ക് തമ്പിയണ്ണന്റെ ഒരു മുറപ്പെണ്ണായിട്ട് വരും. അയ്യടാ മുറപ്പെണ്ണ് ഏത് വകയിലെന്ന് ഞങ്ങൾ അണ്ണനോട് ചോദിക്കട്ടെ കേട്ടോ? അയ്യോ വേണ്ട ഞാൻ പറഞ്ഞ അണ്ണനോട് പോയി ചോദിക്കല്ലേ. ഇതാ നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുത്തു. സമയത്തിന് കാടമുട്ട കുടിച്ചെങ്കിലേ തമ്പിയണ്ണന്റെ മസിലൊക്കെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരുമല്ലോ. ഞങ്ങൾ എപ്പോഴാ പോയി? വമ്പനായ കുമ്പനാണേ